പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള 60 വാട്ട്സിൻ്റെ ഒരു വില്ലോ ബ്രാൻഡിൻ്റെ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പമ്പിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, കൂടെ ഒരുപാട് സംശയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരവും ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം, അത് ബേസിക്കായിട്ട് കുറേ ചോദ്യങ്ങൾ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരവും ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള 2-3 മെത്തേഡും, അങ്ങനെ ഈ പമ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ പമ്പിൻ്റെ പാക്കേജിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു പമ്പ് സെറ്റ്, ഞാൻ പറഞ്ഞ പോലെ പമ്പ് സെറ്റ് എന്തായാലും ഉണ്ടാവും, 2 യൂണിയൻ, ഇത്രയും സാധനങ്ങളും അതിൻ്റെ ഗ്യാസ്കറ്റുമാണ് ഇതിൻ്റെ പാക്കേജിൽ വരുന്ന സാധനങ്ങൾ. ഇനി ആദ്യത്തെ ഏറ്റവും വലിയ സംശയം ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നാണ്. ഇത് വില്ലോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഈ മോട്ടോർ മാനുഫാക്ചർ ചെയ്യുന്നത്, വില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇനി ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ? ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല. ഇത് കൊറിയയിൽ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് മെയ്ത്തർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല. ഞാൻ പറഞ്ഞ പോലെ കൊറിയയിൽ മാനുഫാക്ചർ ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സർവീസിംഗ് ആണ് അടുത്ത ഇഷ്യൂ ആയിട്ട് ചോദിക്കുന്നത്. ഇതിൻ്റെ സർവീസിംഗ് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന മെയ്ത്തർ എന്ന് പറഞ്ഞ മെയ്ത്തർ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഇതിൻ്റെ സർവീസിങ്ങും മറ്റ് കാര്യങ്ങളും അസംബ്ലിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. മറ്റ് പമ്പുകൾ അസംബ്ലിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതും ഈ അസംബ്ലിങ്ങിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞ സർവീസിൻ്റെ കാര്യങ്ങളെല്ലാം മെയ്ത്തർ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ് നോക്കുന്നത്. അപ്പോൾ സർവീസ് കേരളത്തിൽ 99% സ്ഥലങ്ങളിലും ഞാൻ ഇത് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഇത് മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും നമ്മളിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു സർവീസിൻ്റെ ഇഷ്യൂ നമ്മുടെ കീഴിൽ വന്നിട്ടില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു ഓരോ ഡീലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ ഒരു കസ്റ്റമർക്ക് വരുന്ന കംപ്ലയിൻറ്റുകൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടും അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങൾക്കോ ഒരു ഇഷ്യൂ നമുക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യും? ഇത് മാക്സിമം 0.7 ബാർ ടു 1 ബാർ. 1 ബാർ അതിൻ്റെ മാക്സിമം ആണ്. കമ്പനി പറയുന്നത് 0.7 ബാർ ആണ് ഇതിന് ഏറ്റവും സേഫായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എത്ര ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇത് സിംഗിൾ ബാത്റൂം നോർമൽ സൈസുള്ള ഷവറിൽ കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടൂ. നമുക്കറിയാവുന്ന പോലെ ഈ മോട്ടർ ഇത് ആകെ 60 വാട്ട്സിൻ്റെ മോട്ടറാണ്. 1/2 ആംപിയർ കറണ്ട്, അതായത് 0.5 എടുക്കില്ല, 0.4 ആംപിയർ കറണ്ടാണ് ഇതിൻ്റെ മാക്സിമം കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും ചെറിയ പമ്പിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷറിനൊരു എന്താ പറയുക, ഒരു ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അത് പ്രഷർ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ബാത്റൂം നോർമൽ സൈസ് ഷവറിനാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഡൗട്ട് നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയോടം തന്നെയാണ്. അതായത് ഇത് 2 ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് 2 ബാത്റൂമിലേക്കുള്ള ഒരു ലൈനിൽ നിങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വലിയൊരു പ്രഷർ ഡിഫറൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു പ്രഷർ പമ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിനുള്ളൊരു എന്താ പറയുക, പ്രഷറിൻ്റെ വ്യത്യാസമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ 2 ബാത്റൂമിലേക്ക് കണക്ട് ചെയ്ത് ഒരുപാടൊരു ലൈൻ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ, അതായത് ലൈൻ ലെങ്ത് കൂടി 2 ബാത്റൂമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പാകത്തിന് പ്രഷർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് കൊടുത്ത് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബാത്റൂമിലേക്കാണ്, നോർമൽ സൈസുള്ള ഷവറിലേക്കാണ്. നിങ്ങൾക്കൊരു പ്രഷർ പമ്പ് വെച്ചതിൻ്റെ വ്യത്യാസം തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. 2 ബാത്റൂമിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്ത് പരീക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അടുത്ത കാര്യം, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മുടെ പ്രഷർ പമ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതും ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇതിൽ ചില പമ്പുകളിൽ പ്രഷർ സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ ഈ പമ്പുകളിൽ വരുന്നത് ഫ്ലോ സെൻസറാണ്, അല്ലെങ്കിൽ ഫ്ലോ സ്വിച്ചാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ടാപ്പോ ഷവറോ ഓൺ ചെയ്യുക വഴി ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ലൈനിൽ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ തനിയെ ഓൺ ആവും. നമുക്ക് ആവശ്യത്തിനുള്ള പ്രഷർ ജനറേറ്റ് ചെയ്യും. ഒരു 2-3 സെക്കൻഡ് ഈ പമ്പ് ഓൺ ചെയ്യുന്നതിൻ്റെ ഡിലേ വരുന്നുണ്ട്. ആ ഒരു ഡിലേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രഷറിൽ തന്നെ വെള്ളം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ബാത്റൂം സിംഗിൾ പോയിന്റിലേക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഒരു ഷവറും ടാപ്പും ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് അതിൽ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ പ്രഷർ അതിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സിംഗിൾ ബാത്റൂമിലേക്ക് സിംഗിൾ പോയിന്റിലേക്ക് ഇത് യൂസ് ചെയ്യുക. ഇനി ഇത് ഹോട്ട് വാട്ടർ അടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഹോട്ട് വാട്ടർ അടിക്കാൻ ഉപയോഗിക്കാൻ പറ്റും.
അപ് ടു 80 ഡിഗ്രി ഉള്ള ചൂടുള്ള വെള്ളം നമുക്കിതിൽ പമ്പ് ചെയ്യാൻ പറ്റും. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന 80 ഡിഗ്രി വരെയുള്ള ചൂടുവെള്ളമാണ്. ഇനി ഇത് പുറത്ത് വെച്ചാലോ മഴ നനഞ്ഞാലോ കുഴപ്പമുണ്ടോ? ഇത് സബ്മേഴ്സിബിളായിട്ട് വെള്ളത്തിലിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് മുകളിലാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ മുകളിൽ വെക്കുന്ന പമ്പുകൾക്ക് പോലെ ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. കാരണം ഇതിൽ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. ഇതുവഴി ഇതിൻ്റെ വെള്ളം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടറിൻ്റെ വൈൻഡിങ് ഷോർട്ടായി ഇത് കംപ്ലൈൻറ്റ് വരും. അടുത്ത ഡൗട്ട്, ഇത് ഇൻവെർട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻവെർട്ടറിന് 60 വാട്ട്സിൻ്റെ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അതായത് 1/2 ആംപിയർ എടുക്കുന്ന 60 വാട്ട്സിൻ്റെ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ പാകത്തിന് ബാക്കപ്പ് ഉള്ള ഒരു ഇൻവെർട്ടറാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്യിക്കാം. ഇനി അടുത്തത് വരുന്നത് ഡ്രൈ റൺ പ്രശ്നമാണ്. ഈ മോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്ലോ സ്വിച്ച് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഈ മോട്ടറിനെ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ ഇല്ലാത്ത ഒരു സമയത്ത് ഈ മോട്ടർ ഓൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഫ്ലോ സ്വിച്ച് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ചിലർ ഈ 60 വാട്ട്സിൻ്റെ പമ്പിന് നമ്മൾ നോർമലി ലോക്കലായിട്ട് കിട്ടുന്ന ഹാഫ് HP പമ്പുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചില കമ്പനികൾക്ക്, ഇപ്പോൾ ചില കോയമ്പത്തൂർ ബ്രാൻഡ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് റേറ്റ് തീരെ കുറവാണ്. ഇപ്പോൾ ഒരു 2500 മോട്ടർ ഒരു 800 700 ഒക്കെ വരുന്നൊരു പ്രഷർ സ്വിച്ച് വെച്ചിട്ട് സാധാരണ ഒരു മോട്ടറിനെ കൺവേർട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കറിയാം സാധാരണ ഒരു 1/2 HP എന്ന് പറഞ്ഞാൽ 370 വാട്ട്സാണ് അതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 370 വാട്ട്സ് ഉള്ള ഒരു മോട്ടറും 60 വാട്ട്സ് ഉള്ള ഒരു മോട്ടറും അത്രയും വലിയ ഒരു കറണ്ട് കൺസപ്ഷൻ്റെ വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് വരിക. അതേപോലെ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജർമ്മൻ ബ്രാൻഡും ജർമ്മൻ ക്വാളിറ്റിയുമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ഈ ലോക്കലായിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ തന്നെയാണ്. 60 വാട്ട്സും 370 വാട്ട്സും. അപ്പോൾ ലോക്കലായിട്ട് കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അസംബിൾ ചെയ്തിട്ട് നമുക്കൊരു പ്രഷർ പമ്പാക്കി എടുക്കാം. എങ്കിലും നമുക്ക് ഇതിന് കിട്ടുന്ന ഒരു പെർഫെക്ഷനോ ഇതിൽ കിട്ടുന്ന ഒരു കറണ്ട് കൺസപ്ഷനിലോ ഒരിക്കലും മറ്റേ മോട്ടോർ വർക്ക് ചെയ്യില്ല. അടുത്ത ഡൗട്ട്, ഇതിന് സെക്ഷൻ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഈ പമ്പിൻ്റെ ഒരു ഡിസൈനിങ് വെച്ച് ഇതിന് 99% ഇതിന് സെക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരാൾ ചോദിച്ചത് 1 മീറ്റർ സെക്ഷൻ കൊടുത്തിട്ട് അതിലൊരു ഫുഡ് വാൽവ് കൊടുത്താൽ വെള്ളം കയറുമോ എന്നുള്ളതാണ്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ 99% അതിൽ വെള്ളം കയറില്ല. പിന്നെ അങ്ങനെ ഒരു പർപ്പസ് അല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പമ്പിൽ വരുന്ന വെള്ളത്തിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് മാത്രമാണ് ഇതിനുള്ളൂ. അപ്പോൾ അതിൽ സെക്ഷൻ കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. അങ്ങനെ ഒരു പർപ്പസിന് ആയിട്ട് ഇങ്ങനെ ഒരു പമ്പ് യൂസ് ചെയ്യേണ്ടതും കാര്യമില്ല. അടുത്തത് ഇതിൻ്റെ റേറ്റാണ്. ഞാൻ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്കിലും പറയാം. ഇതൊരു 6000 മുതൽ 7000 രൂപ വരെ പ്രൈസ് റേഞ്ച് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്ത ഡൗട്ട്, ഇതിൻ്റെ ഹയർ സൈസിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം ഇത് 1/2 ഇഞ്ച് വലിയും 1/2 ഇഞ്ച് തള്ളുമുള്ള ഒരു മോട്ടറാണ്. ഇത് നമ്മുടെ നോർമൽ പൈപ്പ് ലൈൻ വരുന്നത് 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ആയിരിക്കും നമ്മുടെ നോർമൽ വീട്ടിലേക്കുള്ള ഒരു പൈപ്പ് ലൈൻ വരുന്നത്. അത്രയും വലിയ ഒരു പൈപ്പ് സൈസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ ഇതിന് പ്രഷർ ജനറേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പ്രഷർ ജനറേറ്റ് ചെയ്യും. നിങ്ങൾ നമ്മുടെ ഇതേ പമ്പ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇത് പമ്പ് സെറ്റ് ചെയ്ത് 1.5 ഇഞ്ചിലെ ഒരു ലൈനിലേക്ക് ഈ പമ്പിനെ കൺവേർട്ട് ചെയ്ത് കൊടുത്ത് അതിൽ പമ്പ് ഓൺ ചെയ്ത് അതിൻ്റെ പ്രഷർ ഡിഫറൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് നിങ്ങൾ വലിയ സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ ടാപ്പിലോ ലൈനിലോ എന്താണെങ്കിലും പ്രഷർ കൂടുതൽ കിട്ടും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഒരു പ്ലംബിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഇത് ആകെ ജനറേറ്റ് ചെയ്യുന്ന 0.7 ബാർ പ്രഷറാണ്. നമ്മുടെ ഏതൊരു പ്ലംബിംഗ് ലൈൻ എടുത്താലും ഒരു 4 kg എങ്കിലും മുകളിൽ കപ്പാസിറ്റി ഉള്ള പൈപ്പ് ഗേജ് ഉള്ള വെച്ചിട്ടായിരിക്കും പ്ലംബ് ചെയ്തേക്കുക. ഇനി ഈ ചെറിയ പമ്പിന് ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടില്ല. ഇനി ഇതിലും വലിയ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ വരുമ്പോൾ ഇപ്പോൾ 4 kg 5 kg ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന പമ്പുകളിൽ വരുന്ന പ്രശ്നം കൂടുതലും പൈപ്പ് പൊട്ടുന്നതിനേക്കാൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ പൈപ്പ് ജോയിൻറ്റുകൾ തള്ളിപ്പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്കത് കൃത്യമായിട്ടുള്ള പ്ലംബിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള പ്രശ്നം ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതായത് വലിയ സൈസിലുള്ള പമ്പുകൾ വയ്ക്കുമ്പോൾ. ഈ ചെറിയ പമ്പിനെ സംബന്ധിച്ച് 0.7 ബാർ മാത്രം ജനറേറ്റ് ചെയ്യുന്ന ഒരു പമ്പിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൈപ്പ് ഡാമേജോ അങ്ങനെയൊന്നും വരാനുള്ളൊരു സാധ്യതയില്ല. അതേപോലെ ഈ പമ്പുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലംബിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ പ്ലംബിംഗ് ലൈനിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. തള്ളിപ്പോവില്ലാത്ത പ്രശ്നം അത് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഒരുപാട് പഴയ ലൈനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര kg പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ വലിയ പമ്പുകൾ വയ്ക്കുന്ന റിസ്ക്കാണ്. ഈ പമ്പിൻ്റെ അപ്പോഴും അതിൻ്റെ റിസ്ക് ഫാക്ടർ വളരെ ചെറുതാണ്. കാരണം ഇതിൻ്റെ പ്രഷർ ജനറേഷൻ കപ്പാസിറ്റി വളരെ കുറവാണ്. നമ്മളിപ്പോൾ കമ്പയർ ചെയ്താൽ
ഒരു 7 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ്, 7 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയോ 1.5 നിലയോ മുകളിലാണ് ഒരു ടാങ്കെങ്കിൽ ആ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് എത്ര പ്രഷറിൽ വെള്ളം താഴേക്ക് വരുമ്പോൾ നമ്മുടെ ടാപ്പിലോ ഷവറിലോ വെള്ളത്തിൻ്റെ എത്ര പ്രഷർ കിട്ടും, അതേ പ്രഷറായിരിക്കും ഈ പമ്പ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഒരു നോർമൽ രീതിയിലുള്ള ഒരു പ്രഷറാണ്. അത് ഒരിക്കലും പൈപ്പോ മറ്റു കാര്യങ്ങളോ പൊട്ടാനോ തള്ളിപ്പോകാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇതിൻ്റെ ഹോം ഡെലിവറി കിട്ടുമോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിന് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും, ഈവൻ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ സാധനം അയച്ചു തരാൻ പറ്റും. കേരളത്തിൽ എവിടെയാണെങ്കിലും വിത്തൗട്ട് എനി എക്സ്ട്രാ കോസ്റ്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. ഇനി ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ, ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ആമസോണിൽ രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾക്ക് ആമസോൺ വഴിയും ഈ പമ്പ് പർച്ചേസ് ചെയ്യാം. ഇനി അടുത്തത്, ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതിയാണ്. നമ്മൾ പലർക്കും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് പല രീതികളുള്ളതുപോലെ ഈ പമ്പും പല രീതിയിൽ സെറ്റ് ചെയ്യാം. പലരുടെ ഐഡിയ അനുസരിച്ച് പല കാര്യങ്ങളും പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, 1-2 മെത്തേഡ്സ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട്, ഇപ്പോൾ നമ്മൾക്ക് ഈ പമ്പ് ഒരെണ്ണം വാങ്ങി, ഇനി ഇതിലേക്ക് വേറെ കാശൊന്നും മുടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ, നമ്മുടെ നോർമൽ ഇപ്പോൾ ടാങ്കിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുന്നൊരു ലൈനാണ് ഇതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുക. ഈ പമ്പിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഈ പമ്പ് സെറ്റ് ചെയ്യുക. അതായത് യൂണിയൻ ഉപയോഗിച്ച് ഈ വരുന്ന ലൈൻ ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഈ പമ്പ് വെച്ചു, നിങ്ങളിത് ലൈൻ കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു, മോഡ് ഓട്ടോ ഇട്ടു, കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഈ പമ്പ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ വലിയ വരുന്ന ഒരു 1.5 ഇഞ്ച് ലൈനിനെ ചെറിയ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും വലുതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രഷർ ലോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന പ്രഷർ പോലും ഇതേപോലെ ചെയ്യാൻ നേരത്ത് കിട്ടാൻ സാധ്യതയില്ല. അതായത് കറണ്ട് ഇല്ലാത്ത സമയത്ത്, മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴല്ല. മറിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു ഇൻവെർട്ടറുള്ള വീട്ടിലാണെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 60 വാട്ട്സിൻ്റെ ഒരു മോട്ടോർ വർക്ക് ചെയ്യിക്കാൻ ബാക്കപ്പ് ഉള്ള ഒരു ഇൻവെർട്ടറാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്തെന്ന് ഓർത്തും തെറ്റില്ല. കാരണം ഇത് കറണ്ട് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എല്ലാം ഇൻവെർട്ടർ ഉപയോഗിച്ചും അല്ലാതെയും ഈ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഇൻവെർട്ടർ ഉള്ള പോയിന്റിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ 2 സമയത്ത് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ലൈനിൽ ഒരു രീതിയിലും പ്രഷറിൻ്റെ കുറവ് വരാൻ ചാൻസ് ഇല്ല. ഇനിയുള്ളൊരു പ്രശ്നം, ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഈ മോട്ടർ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിപ്പയറിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ അഴിച്ചെടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല, നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ അതൊരു ജോയിൻറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ആ ഒരു ഡ്രോബാക്ക് ഒഴിച്ച് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് രീതി. ഇനി ഇത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഈ പമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് രീതി, നമ്മളിത് നോർമൽ ലൈനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ടാങ്കിൽ നിന്ന്, ഇത് ഓവർ ഹെഡ് ടാങ്കാണ്, ടാങ്കിൽ നിന്ന് വരുന്ന ഒരു ലൈനാണ്. ഈ നോർമൽ ലൈനിനെ നമ്മളിവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ടീ ഇട്ട് താഴേക്കൊരു കണക്ഷൻ എടുത്തു. ഇവിടെ നിന്നും അതേപോലെ തന്നെ നമ്മളൊരു ടീ കൊടുത്തിട്ട് താഴേക്കൊരു കണക്ഷൻ എടുത്തു. അപ്പോൾ ഈ ലൈൻ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ ലൈൻ താഴെ ബുഷ് ഇട്ട് നമ്മൾ 1/2 ഇഞ്ചാക്കി ഈ ലൈനിൽ നമുക്ക് നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ മോട്ടർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മോട്ടർ. ഓക്കെ, ഇനി ഈ മോട്ടറിൽ ഓൾറെഡി ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്. അതായത് ഈ മോട്ടറിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു നോൺ റിട്ടേൺ വാൽവ് ഉള്ളതുകൊണ്ട് ആ മോട്ടർ ഇരിക്കുന്ന ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ പ്രഷർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരിക്കലും ഈ ലൈൻ വഴി ബാക്കിലേക്കുള്ള പ്രഷർ ലോഡാകുന്ന നേരത്തെ ഒരിക്കലേക്കും ബാക്കിലേക്ക് പ്രഷർ പോയില്ല. കാരണം അത് നോൺ റിട്ടേൺ വാൽവ് ഉള്ളതുകൊണ്ട് പ്രഷർ എപ്പോഴും ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും ലോഡ് ചെയ്യുക. ഇനിയുള്ളൊരു പ്രശ്നം, നമ്മുടെ ഈ ലൈൻ ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ ഈ വഴി പോകുന്ന പ്രഷർ ഈ പൈപ്പിൽ ലോഡാകാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഓപ്പൺ ലൈനാണ്, ഇതിൽ ലോഡാവില്ല. അപ്പോൾ നമുക്കുള്ളത് 2 ഓപ്ഷൻസാണ്. ഒന്ന്, നമ്മൾ ഈ ബ്രേക്ക് ചെയ്ത ലൈൻ ഒന്നല്ലെങ്കിൽ ഇവിടെ ഒരു NRV വെച്ച് കൊടുക്കുക. NRV വെച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു മെച്ചം എന്നാന്ന് വെച്ചാൽ, ഈ മോട്ടർ വർക്ക് ചെയ്യാത്ത സമയത്ത്, അതായത് കറണ്ട് ഇല്ലാത്ത സമയത്തും നമുക്ക് നോർമൽ ലൈനിലെ പ്രഷർ എപ്പോഴും നമുക്ക് കിട്ടും. ഇനി ചില ടെക്നീഷ്യന്മാർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ NRV പലതവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ NRVയുടെ ഫ്ലാപ്പ് പലതവണ അടിച്ച് കഴിയുമ്പോൾ പല ടൈപ്പ് NRV ഉണ്ട്. ഫ്ലാപ്പ് ടൈപ്പ് NRV ആണെങ്കിൽ പല തവണ അത് അടിച്ച് കഴിയുമ്പോൾ ഈ NRVയുടെ ഇത് ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചിലർ ഇവിടെ ഒരു ബോൾ വാൽവ് വെച്ച് ഈ ലൈൻ ബ്ലോക്ക് ചെയ്യും.
ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് പറയാവുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ലൈനിലേക്കായി കയറി വരാൻ നേരത്ത് ഇതിൽ ചിലപ്പോൾ നമുക്ക് നോർമൽ പ്രഷറിൽ കിട്ടുന്നത് പോലും കിട്ടിയില്ല എന്ന് വരും. മറിച്ച് ഇതൊരു ഇൻവേർട്ടർ ഉള്ള ലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷയം വരില്ല. ഇനി ഇതിൽ കൊടുക്കാവുന്ന നമുക്ക് ആഡ് ഓൺ ആയിട്ട് കൊടുക്കാവുന്ന ഒരു സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും നമ്മളൊരു ബോൾ വാൽവ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതേപോലെ നമ്മളൊരു വാൽവ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് ഈ പമ്പ് ഊരി മാറ്റേണ്ട വന്നു കഴിഞ്ഞാലും ഈ ബോൾ വാൽവും ഈ ബോൾ വാൽവും 2.5 ഇഞ്ചിൻ്റെ ബോൾ വാൽവ് വെച്ച് ഈ ലൈൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ NRV ഉള്ളതുകൊണ്ട് ഈ പമ്പ് ഊരി മാറ്റിയാൽ പോലും നിങ്ങൾക്ക് നോർമൽ പ്രഷറിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പല രീതികളുണ്ട്, നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യുക. ഇവിടെ ചിലർ ഈ NRV ഇല്ലാതെ ഇത് സെറ്റ് ചെയ്യും. NRV ഇല്ലാതെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫോർവേഡ് പ്രഷർ ഇത് ലൈനിൽ ലോഡ് ആവില്ല, കാരണം ഈ ലൈൻ ഓപ്പൺ ആയി കിടക്കുകയാണ്. മറിച്ച് മോട്ടറിൽ NRV ഉള്ളത് കൊണ്ടാണ് ഈ ലൈനിലേക്ക് നമ്മൾ സെപ്പറേറ്റ് NRV വെച്ച് കൊടുക്കാത്തത്. ഇനി ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് NRV വെച്ച് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞ പോലെ ഇത് സെറ്റ് ചെയ്യാൻ പല രീതികളുണ്ട്. ഈ NRV മസ്റ്റാണ്, നമ്മൾ വെക്കുന്ന പമ്പിൻ്റെ ലൈനിൽ NRV മസ്റ്റാണ്. അത് വെക്കാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ പ്രഷർ ലോഡാവില്ല. മറ്റ് വീഡിയോകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയി പോയെന്ന് എനിക്കറിയാം. ഇത് പക്ഷേ പമ്പ് വാങ്ങിക്കാൻ പോകുന്നൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഉത്തരം കൊടുത്ത് മടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇതിനുള്ളൊരു ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്തത് ഫിറ്റ് ചെയ്യാനുള്ള രീതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒപ്പം പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ സംഭവിച്ചത്, ഒരാളിത് മോട്ടർ സെറ്റ് ചെയ്തു, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മോട്ടർ അഴിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യൻ പോയപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കറക്റ്റായിട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതി കണ്ടാലാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സൈറ്റിൽ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ജസ്റ്റ് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് കറണ്ട് കൺസപ്ഷനും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഞങ്ങൾ മനസ്സിലാക്കിയിടം വെച്ച് ഈ മോട്ടർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ നേരെ തിരിഞ്ഞു പോയതാണ്. സെക്ഷനും ഡെലിവറി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു പോയതാണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കമ്പനിക്കാർ ചെന്ന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മോട്ടർ ഓക്കെ ആയി. അപ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യുക. കാരണം ഒരാൾ ഇതിന് വേണ്ടി നമ്മുടെ ഫിറ്റിംഗ് കംപ്ലയിൻറ്റിന് വേണ്ടി വരുന്നതിന് അവർ ചാർജ് വാങ്ങും. അങ്ങനെ വരുമ്പോൾ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് പരിഹരിച്ചിട്ട് മാത്രം അത് സെറ്റ് ചെയ്യുക. പിന്നെ ഒരിക്കലും അഴിച്ചു വെക്കാതിരിക്കുക. നിങ്ങൾ ഫിറ്റ് ചെയ്തതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കംപ്ലയിൻറ്റ് വരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. ഒരു 0.1% അത്രയൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലയിൻറ്റുകൾ വരിക. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതായത് വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ടാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലയിൻറ്റ് വരിക. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പിടിപ്പിച്ച പോലെ തന്നെ അതിൽ വെച്ചേക്കുക, ഞങ്ങൾ കംപ്ലയിൻറ്റ് വിളിച്ച് പറയാം, നമ്മൾ അറ്റൻഡ് ചെയ്യാം, കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.